കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഇത് വളരെ മികച്ചത് എന്നുള്ള അഭിപ്രായം പറഞ്ഞത് 32.9% ആളുകളാണ്. മികച്ചത് 7.8%, ശരാശരി 14.7%, മോശം 20.3% എന്നുള്ളതാണ്. വളരെ മികച്ചത് 32.9, മികച്ചത് 7.8, ശരാശരി 14.7, മോശം 20.3%, വളരെ മോശം 23.1, അഭിപ്രായം പറയാത്തവർ 1.3 എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വളരെ മികച്ചത് ശരാശരി ഇത് മൂന്നും കൂടി ടാലി ചെയ്യുമ്പോൾ അതിൽ വളരെ മികച്ചതും കൂടി നോക്കുകയാണെങ്കിൽ 40%-നും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ശരാശരിയിലെ ഒരു പകുതി കൂടി അതിലെടുത്താൽ ഏതാണ്ട് 50-50 എന്ന രീതിയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ പോവുകയാണ്. വളരെ മോശം അഭിപ്രായം പറഞ്ഞവർ 23.1, മോശം 20.1, അതായത് 20.3, അതായത് 43.4% ആളുകൾ മോശം എന്നുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ വളരെ മികച്ചതും കൂടി ടാലി ചെയ്യുമ്പോൾ 40-ന് മുകളിലും അതിൽ ശരാശരി 14.7 അങ്ങനെ വരുമ്പോൾ മോശമല്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർവേയിലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഓർക്കണം, ഇത് മാർച്ച് 30 വരെയുള്ള മിനിയാന്ന് വരെയുള്ള ഡേറ്റ അനുസരിച്ചുള്ളതാണ്. ഇതനുസരിച്ചും ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ അത്ര മോശം എന്ന രീതിയിലേക്ക് കാണുന്നില്ല എന്നാണ്. TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഏതാണ്ട് സമാനമാണല്ലോ കഴിഞ്ഞ സർവേയും ഈ സർവേയും വെച്ച് നോക്കിയാൽ. 21-ാം തീയതി വരെയുള്ള ഡേറ്റ അനുസരിച്ചായിരുന്നു കഴിഞ്ഞ സർവേയെങ്കിൽ ഇത്തവണ 30-ാം തീയതി വരെയുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. അതായത് ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല എന്നല്ലേ ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയൻ സർക്കാരിനോടുള്ള നിലപാടിനെ കുറിച്ച്? മജീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഈ അഭിപ്രായ സർവേകൾ ഓരോ ദിവസത്തെ കണക്കെടുപ്പിലും മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഈ വോട്ട് വൈബിൻ്റെ ആദ്യ കണക്കും പുറത്തു വരുന്ന രണ്ടാമത്തെ ട്രാക്കറും തമ്മിൽ നേരിയ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിന് ചില പൊതുവായ സൂചകങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മജീഷ് സൂചിപ്പിച്ചതുപോലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ ഇത്തവണ ആഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിൻ്റെ പ്രകടനം എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യ കണക്കുമായി ഏറെക്കുറെ ചേർന്ന് പോകുന്ന കണക്കാണ്. പക്ഷേ അതിൻ്റെ മൈന്യൂട്ട് പോയിന്റുകളിലേക്ക് വരുമ്പോൾ രസകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനുള്ളിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വളരെ മികച്ചതെന്ന് ഇത്തവണ 32% ആളുകൾ പറയുമ്പോൾ ഏകദേശം 32.9 എന്ന് പറയുമ്പോൾ 33% എന്ന് കൂട്ടുക. പക്ഷേ കഴിഞ്ഞ തവണ അത് 31.6 ആയിരുന്നു എന്ന സാഹചര്യമുണ്ട്. ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, അഭിപ്രായം പറയുന്നില്ല എന്ന ശതമാനം കഴിഞ്ഞ തവണ 7.4% ആദ്യ ട്രാക്കറിൽ. ഇത്തവണ അത് ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് കൂടുതൽ പേർ പറയുന്നു. ഇതോടുകൂടി നിലപാടില്ല എന്ന് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നവരുടെ ശതമാനം 1.3% കുറഞ്ഞു. അതാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു ആർജവും ആ ചൂടുമാണ് പ്രകടമാവുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ഒപ്പം തന്നെ വെരി പൂവർ, അതായത് വളരെ മോശം എന്ന അഭിപ്രായം ഇത്തവണ 23%. കഴിഞ്ഞ തവണ അത് 21% ആദ്യ ട്രാക്കറിൽ. അതായത് വളരെ മോശം എന്ന തരത്തിൽ സർക്കാരിന് മാർക്കിടുന്നവരുടെ എണ്ണം അല്പം കൂടിയിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വാഭാവികമായും ഈ കണക്കെടുപ്പിൽ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സഹിത്ത്, ഇതിൽ വിവിധ വിഭാഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരായ വോട്ടർമാരും അതുപോലെ തന്നെ മുതിർന്നവരും, സീനിയർ സിറ്റിസൺസും, മുതിർന്ന പൗരന്മാരുമാണ് സർക്കാരിനോട് താല്പര്യം കാട്ടുന്നത് എന്നുള്ള കണക്ക് കൂടി വന്നിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ സർവേയിലും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അത് അങ്ങനെയാണ് കാണുന്നത്. അത് കറക്റ്റാണ് മഞ്ജുഷ. കഴിഞ്ഞ തവണത്തെ സർവേയുടെ അതേ സൂചകം തന്നെ അതിനകത്തുള്ളൂ. അതായത് യുവ വോട്ടർമാർക്ക് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. അതേസമയം പ്രായമുള്ള വോട്ടർമാർക്ക് അത്തരം താല്പര്യം ഇതിൽ പ്രകടമാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചകം ഈ സർവേ റിപ്പോർട്ടിൽ കടന്നു വരുന്നത്, ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. ഏകദേശം 47-നും 55%-നും ഇടയിലുള്ളവർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ ഏറെ തൃപ്തരുള്ളവരാണ് എന്നതുകൂടി ഈ കണ്ടെത്തലിൽ വരുന്നുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പർ കാസ്റ്റ് ഹിന്ദുവും ക്രിസ്ത്യൻസും, അതായത് ഉയർന്ന ജാതി വിഭാഗത്തിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്കും സർക്കാരിനോട് അത്ര കണ്ട് താല്പര്യമില്ല എന്ന കണ്ടെത്തലുണ്ട്. അവർ വളരെ ക്രിട്ടിക്കലാണ് എന്ന സൂചകം കൂടി ഈ സർവേ ഫലങ്ങൾ. തെക്കൻ കേരളത്തിൽ അവിടെ ഹിന്ദു പോപ്പുലേഷൻ, ഹിന്ദു ജനസംഖ്യ കൂടുതലാണല്ലോ. അവിടെ സർക്കാരിനോട് താല്പര്യമാണ്, കൂടുതൽ ആളുകൾക്കും താല്പര്യമാണ് എന്നുള്ളതാണ്. അതേസമയം വടക്കൻ കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സർക്കാരിനോട് നെഗറ്റീവ് ഒരു നിലപാടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, പോസിറ്റീവ് എന്ന് പറയുന്നത് 41%, നെഗറ്റീവ് എന്ന് പറയുന്നത് 43%. അങ്ങനെ പറയാമല്ലോ അല്ലേ?
അങ്ങനെ കൃത്യമായി പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ഉള്ള ഒരു ലളിത യുക്തിയിൽ ഇത് കാണാനാവില്ല. സർക്കാരിന്റെ പ്രകടനം പോസിറ്റീവ്, ജനറലി പോസിറ്റീവ് എന്ന് കരുതുന്നവരും പ്രതിപക്ഷത്തിന്റെ പ്രകടനവും ഈക്വലി പോസിറ്റീവ് എന്ന് കരുതുന്നവരുണ്ടായേക്കാം. പക്ഷെ സർക്കാരിന്റെ പ്രകടനം മോശമെന്നും വളരെ മോശം എന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ വോട്ട് സർക്കാർ അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഒരു പാരാമീറ്റർ മാത്രം വെച്ച് ഇത് അവലോകനം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ നല്ലതെന്നും മികച്ചതെന്നും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം ക്ഷേമ പെൻഷനുകൾ ഏതാണ്ട് 70-80 ലക്ഷം പേരിലേക്ക് വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകൾ എത്തുന്നുണ്ടെന്ന് ഓർക്കണം. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പെൻഷൻ എത്തുന്നുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ സർക്കാരിനെ പൊതുവെ തള്ളിപ്പറയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻകംബൻസി അഡ്വാൻറ്റേജ് അത് മാത്രമല്ല, പൊതുവെ ഉള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. അതായത് ക്രമസമാധാന നില തീരെ കൈവിട്ടു പോയിട്ടില്ല. ഈ സർവേയിൽ കാണുന്ന ക്രമസമാധാന നിലയിലും ചെറിയ അറ്റകുറ്റങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ശരാശരി എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നു 14.7%. 14% എന്നാണ് അവിടെ ഡിജിറ്റായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ 14.7% ശരാശരി. അവർ എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 50-50 കാര്യങ്ങൾ പോവുകയാണ് ഇല്ലേ? ഏകദേശം 50% ആളുകൾക്ക് താല്പര്യം, 50% ആളുകൾക്ക് താല്പര്യമില്ല സർക്കാരിനോട്. അല്ല, അങ്ങനെ എങ്ങോട്ടും തിരിയാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഈ പോൾ സർവേ വിശകലനം ചെയ്താൽ, കൃത്യമായി അത് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ അവിടെ ഇല്ല. വടക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം ജനസാമാന്യം പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഇപ്രാവശ്യം UDF-നോട് ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു എന്ന പൊതു നിരീക്ഷണമാണ്. മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലെ ക്രൈസ്തവ ജനസാമാന്യവും മുൻ തെരഞ്ഞെടുപ്പുകൾ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കാട്ടുന്ന ഒരു ചിത്രം അനുസരിച്ച് UDF-നോട് ലേശം പ്രതിപത്തി കാണിക്കുന്നു എന്നതാണ്. എന്നാൽ തെക്കൻ കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷം അത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതിയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളും വടക്കൻ കേരളത്തിലെ തൃശൂർ ജില്ല, പാലക്കാട് ജില്ലയും, CPM കണ്ണൂർ ജില്ല, കാസർഗോഡിന്റെ ഒരു ഭാഗം, ഇതെല്ലാം തന്നെ കൃത്യമായ പകുതി ജില്ലകൾ, തെക്ക് വടക്ക് കേരളമെന്ന് ഭേദമന്യേ പകുതിയോളം ജില്ലകളിൽ LDF-ന് കാര്യമായ സ്വാധീനമുണ്ട്. മറ്റു ജില്ലകളിൽ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ, മലപ്പുറം, എറണാകുളം UDF തൂത്തുവാരും എന്ന നിലയിലാണ്. ശരി, ശ്രീ മോഹൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ നല്ലത് എന്ന രീതിയിൽ വിലയിരുത്തിയിരിക്കുന്നത് 41%, മോശം എന്ന രീതിയിൽ 43%. അതായത് അതിനേക്കാൾ ഉപരിയായിട്ട് ശരാശരി എന്ന ഗണത്തിൽ 14% വരുന്നുണ്ട് എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ ഉള്ളവരാണ് കൂടുതലും സർക്കാരിന്റെ പ്രവർത്തനം മോശം എന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ സർക്കാരിനോട് നല്ല താല്പര്യമാണ് ഉള്ളതെന്നും ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.